These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajmal. Al Hamour Restaurant, Al Bidia and Dibba. നമസ്കാരം. അവർ ടി വി 24/7 അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. അക്ഷരപ്പുലരിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മനോജ് കോടിയത്താണ്. ഹിമയ, സ്യൂഡോസൈസിസ് എന്നീ കഥാസമാഹാരങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. ഹായ് മനോജ്. ഹലോ, ഹായ്. നമസ്കാരം. നമസ്കാരം. മനോജിൻ്റെ ബയോയിൽ ആക്സിഡൻ്റൽ റൈറ്റർ എന്ന് കണ്ടിരുന്നു. ഇഫ് ഐ ആസ്ക് യു, എന്തിനാണ് എഴുതുന്നത്, എന്താണ് മനോജ് എന്ന എഴുത്തുകാരനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ? രണ്ട് ഉത്തരങ്ങളാണ്. ഒന്ന്, ഒരു പേഴ്സണൽ സൈഡിൽ നിന്ന് വളരെ സെൽഫിഷായ ഒരു ഉത്തരമായിരിക്കും. ഒന്ന്, അത് ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം തരുന്നു. എഴുത്ത് മൂലം എനിക്ക് മനുഷ്യരോട് വളരെ പാഷനേറ്റായിട്ടും കമ്പാഷനേറ്റായിട്ടും മനുഷ്യരെ കാണാൻ പറ്റുന്നു. പിന്നെ ഒരു ഫേസ്ബുക്ക് പേജിൽ മനോജ് കോടിയത്ത് നിന്ന് ഉള്ളൊരു പേര് ഞാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു അൺക്ലെയിംഡായിട്ട് നിൽക്കുന്നതിന് പകരം എൻ്റെ പേര് ഉള്ള പുസ്തകം പല ലൈബ്രറികളോ പല ആളുടെ കയ്യിലോ കുറേ കാലം കൂടെ നിൽക്കുന്നുള്ളൊരു സന്തോഷം, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻ്റ്, ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും അതാണ് എൻ്റെ ഒരു സെൽഫിഷ് മോട്ടീവ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്തെ, ഈ സമൂഹത്തെ, മനുഷ്യരെ ഞാൻ ഏത് വിധം കാണുന്നു എന്നുള്ളത് ഒരു കണ്ണാടി പോലെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് എന്നെ വീണ്ടും എഴുതാനുള്ള പ്രചോദനമായിട്ട് മാറുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കഥകളെക്കുറിച്ച് ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനു മുൻപ് വളരെ ലേറ്റായിട്ട് എഴുതാൻ ആരംഭിച്ച ഒരാളാണ് എന്ന് എനിക്കറിയാം. ആദ്യ കഥാസമാഹാരത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അക്ഷരവൈരി എന്നൊരു പ്രയോഗം സ്വയം പറയുകയുണ്ടായി. അതൊക്കെ ഒരു കൗതുകം ഉണർത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് എഴുത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് അക്ഷരങ്ങൾ മനോജിനെ അടുപ്പിക്കുന്നത്? ഓക്കെ, അത് അക്ഷരവൈരി എന്ന് ഞാൻ സ്വയം പറയാൻ കാരണം, ഇംഗ്ലീഷിൽ പെനൻസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ മതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വാക്കാണ്. നമ്മളൊരു കുറ്റം ചെയ്തു എന്ന് തോന്നിയാൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവും, നമുക്ക് ക്ഷമ ചോദിക്കാം. അതിനപ്പുറം ഒരു സ്വയം ശിക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്, അതാണ് പെനൻസ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് വേണ്ടുന്ന ഒരു വായനയുടെ 1% പോലും ഇല്ലാതെയാണ് ഇത്രകാലം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്ന് പറഞ്ഞു വെക്കേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെ ഒരു ടേം എനിക്ക് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ഒരു ടേം എഴുതാൻ കാരണം അതാണ്. ഒരു എഴുത്തുകാരനാവുക എന്ന് പറയുമ്പോൾ ഒരു മിനിമം വായനയും അതിൻ്റെ പശ്ചാത്തലവും എഴുത്തിനോട് അനുബന്ധിക്കുന്ന ഒരു പശ്ചാത്തലവും വേണമെന്നും അങ്ങനെയല്ല എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന്. പക്ഷെ കഥകൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയല്ല അനുഭവപ്പെടുന്നത്. വളരെ ആഴമുള്ള, വളരെ കെട്ടുറപ്പുള്ള ഭാഷയാണ്, വളരെ ഫിലോസഫിക്കലായ അപ്രോച്ചാണ് ഓരോ കഥയ്ക്കും ഉള്ളത്. വളരെയധികം നല്ല കഥകളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എഴുത്തിലേക്ക് വരുന്നത് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിക്കൊണ്ടാണ് എന്ന് ഞാൻ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് പറയൂ. എങ്ങനെയാണ്? ഒരു വാട്സപ്പ് കൂട്ടായ്മയിലോ മറ്റോ ആണല്ലേ? അതെ. അത് ആക്ച്വലി പിന്നെ കോവിഡിൻ്റെ സമയത്താണ് ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിലേക്ക് ഒരു സുഹൃത്ത് വളരെ നിർബന്ധിച്ചിട്ട് എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പായിരുന്നു. അപ്പോൾ അത് എല്ലാവരും ചുമ്മാ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ ഒരു 200 പേരുള്ള ഒരു ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ ഒരു 50-60 പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഈ സുഹൃത്ത് രാജേന്ദ്രൻ പിന്നെ പ്രവീൺ പാലക്കിൽ, ഞങ്ങൾ ഇത് വായിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ലായിരുന്നു, എനിക്ക് എഴുതാൻ പറ്റില്ല എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ എഴുതിയത് പിന്നെ ഞാൻ എഴുതിയിട്ടപ്പോൾ എനിക്ക് 1-2 സുഹൃത്തുക്കൾ പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, സാധാരണ എല്ലാവരും എഴുതിയിൽ നിന്നും വ്യത്യസ്തമാണ് നീ എഴുതിയ കാര്യം. കാരണം അതൊരു പഴയ ഓർമ്മയാണെങ്കിൽ പോലും അതിനൊരു ഇത് എഴുതുന്ന ഏകദേശം 30 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞിട്ട്. അതെ. അപ്പോൾ അതിന് എൻ്റെ ഒരു 30 വർഷത്തെ ഒരു ട്രാവൽ അതിൽ പറയുന്നുണ്ട്. അതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. അപ്പോൾ ഒരു കഥ പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വന്നപ്പോൾ ആണ് ഞാൻ പിന്നെ
അതിൽ നിന്നൊരു ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ വീണ്ടും 1-2 ഓർമ്മക്കുറിപ്പുകൾ എഴുതാൻ. കോവിഡ് കാലത്താണ് ഇത് സംഭവിച്ചത്. ഇതെല്ലാം കോവിഡ് ഒരുപാട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ, ഒരുപാട് ആളുകളുടെ ഉള്ളിലുള്ള സർഗാത്മകതയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അവനവനെ കണ്ടെത്താനുള്ള ഒരു സമയമായിട്ട് അത് മാറി. അതെ അതെ അതെ. അങ്ങനെ ആ സമയത്താണ് എഴുതി തുടങ്ങിയത്. പിന്നീട് അതിനൊരു അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ടാവുന്നത് പിന്നീട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഈ സുഹൃത്തിനോട് തന്നെ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് പഴയ ക്രഷിനെ കുറിച്ച്, സ്കൂളിലെ ക്രഷിനെ കുറിച്ച് എഴുതിക്കൂടാന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ആരും എഴുതിയില്ല, ഞാൻ മാത്രം എഴുതി. ഞാൻ എഴുതിയത് എൻ്റെ ഒരു സീരീസ് ഓഫ് ക്രഷസിനെ കുറിച്ചിട്ടായിരുന്നു. അത് പിന്നെ സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് മാറിയിട്ട് പല സ്ഥലങ്ങളിലെത്തി. നല്ല റീച്ച് കിട്ടി. നല്ല റീച്ച് ഉണ്ടായിരുന്നു. അതൊരു തരം ഒരു സെൽഫ് സറ്റയർ പോലെയായിരുന്നു. കുറേ തമാശകളൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. അത് എടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങളുടെ പൈനു കോളേജിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പ്രീ ഡിഗ്രിയുടെ ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ അവിടെ അതുവരെ ഇല്ല. കാരണം ഞാൻ ഒരു വർഷം പ്രീ ഡിഗ്രി രണ്ട് കൊല്ലം 2 കോളേജിലായിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്ഥലത്തും എനിക്ക് സൗഹൃദങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ എന്നെ ചേർക്കുമ്പോഴെല്ലാം ഞാൻ എക്സിറ്റ് ആവും. എന്നിട്ട് ഒരു സുഹൃത്ത് ഇത് പിന്നെ ഇവിടെ ഫോർവേഡ് ചെയ്തപ്പോൾ ഇവരൊക്കെ വായിച്ചിട്ട് ഇതാരാ എഴുതിയത്, അവനെ പിടിച്ചിട്ട് എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചേരുകയാണ് ആ ഗ്രൂപ്പിൽ. അപ്പോൾ അതിനെപ്പറ്റി കുറേ ഡിസ്കഷൻ വരുന്നു. പിന്നീട് ഞാൻ കുറേയും കൂടെ സീരിയസ് ആയ ഓർമ്മക്കുറിപ്പുകൾ എഴുതുന്നു. കിട്ടുന്ന പ്രചോദനം നമ്മളെ എത്രത്തോളം ഊർജം തരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ ഒരു സർജറി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച്, ഹാർട്ട് സർജറി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒരു ഓർമ്മക്കുറിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വല്യമ്മയെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് ഫേസ്ബുക്കിലും മറ്റും ഞാനത് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, മനോജ് നീ ഓർമ്മക്കുറിപ്പ് നന്നായിട്ട് എഴുതുന്നുണ്ട്, നീ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ അനുഭവങ്ങളെ കുറിച്ച് എഴുതുന്നില്ല, അപ്പോഴാണ് അതൊരു കഥയാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആയിഷ എന്ന് പറഞ്ഞൊരു കഥ ആദ്യമായിട്ട് കിമയിലുള്ള കഥ. അതെ അതെ. അപ്പോൾ അത് എഴുതിയിട്ട് ഇവിടെ ഒരു മത്സരത്തിൽ എനിക്ക് അതിനൊരു 3ാം സമ്മാനം കിട്ടി. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, കൂടുതൽ പ്രചോദനം തരുന്ന ഒരു സംഭവമായി. പിന്നെ ഞാൻ കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കഥാകാരൻ, എഴുത്തുകാരൻ്റെ പെർസെപ്ഷനോട് കൂടി സംഭവങ്ങളെ എടുക്കുന്ന ഒരു രീതി വന്നു അല്ലേ? 2022 കിമയ പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ? പുസ്തകോത്സവത്തിൽ വെച്ച, ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചായിരുന്നു. ഫാബിയനാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എത്ര കഥകളാണ് അതിനകത്തുള്ളത്? കിമയിൽ 8 കഥകളും ഒരു മിനി കഥയുമാണ്, ഒരു ചെറിയൊരു സ്റ്റാൻസ പോലെ. കിമയിലെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥയുണ്ട്, പെറ്റ് എന്നാണ് അതിൻ്റെ പേര്. പെറ്റ് ഒരുപാട് ആളുകളെ അത്രയധികം പിടിച്ചിരുത്തിയ ഒരു കഥയായിട്ട്, വളരെ സ്പർശനീയമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്താണ് പെറ്റ്? വളരെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. എങ്ങനെയാണ് അത് ആവിഷ്കരിച്ച രീതി? വളരെ മനോഹരമായിട്ടുണ്ട്. മനോജ്, ആ ഒരു കഥയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് പറയൂ. അത് ഒരു കാർട്ടൂൺ കണ്ടിട്ടാണ് ഞാനത്, അതിൽ നിന്നുള്ളൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം കുറച്ചെടുത്തിട്ട് എഴുതിയൊരു കഥ. ഒരു ട്രാഫിക് ജാമിലാണ് ഞാൻ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലാണ് ഈ ഒരു കാർട്ടൂൺ കാണുന്നത്. അത് വല്ലാത്ത നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു കാർട്ടൂണാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എഴുതണം. ഞാൻ ആ സമയം മുതൽ തുടങ്ങിയ എഴുത്താണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഓഫീസിലേക്ക് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് എനിക്ക് ഒരു 2 മണിക്കൂറിലധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ്. ഞാൻ കൈകൊണ്ട് ഫോണിൽ എഴുതിയൊരു കഥയാണത്. അതിൻ്റെ ക്ലൈമാക്സ് മാത്രമാണ് പിന്നീട് കുറച്ചൊന്ന് ആഡ് ചെയ്യേണ്ടി വന്നത്. അത് എനിക്കറിയാം ക്ലൈമാക്സ് ഈ കാർട്ടൂൺ ആയിരിക്കണം എന്ന് എനിക്കറിയാം. പക്ഷെ അതായിക്കഴിഞ്ഞാൽ ആ കഥയിൽ ഒരു ക്ലീഷയാവും, അതിൽ ഒന്നുമില്ല ആക്ച്വലി. അവസാനത്തെ ഒരു വാചകമുണ്ട്, അതാണ് കഥയുടെ എന്താ പറയുക, അതുവരെയുള്ള അതിൻ്റെ ഒരു സ്വഭാവത്തെ മാറ്റുന്ന ഒരു ഡയലോഗ്. അതാണ് അതെങ്ങനെ എൻ്റെ മനസ്സിൽ വന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. ഞാൻ സ്റ്റക്കായി പോയ ഒരു വാക്കാണത്. ഏറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അവസാനത്തെ ആ വാചകം, ലൈക്ക് അമ്മ അറിയണ്ട എന്ന് പറയുന്നത് അല്ലേ? വന്ന് വിസ്കിയെ തിരിച്ചു കൊണ്ടുപോകുന്നത് അമ്മ അറിയണ്ട എന്ന് പറയുന്ന ആ ഒരു വാചകം. ആദ്യത്തെ കഥാസമാഹാരം ഇറങ്ങിയതിന് ശേഷം എങ്ങനെയായിരുന്നു ഒരു എഴുത്തുകാരൻ എന്ന ലേബൽ ഒഫീഷ്യലി ലഭിക്കുകയാണ്? എങ്ങനെയായിരുന്നു പ്രതികരണങ്ങൾ വായനക്കാരിൽ നിന്ന്, ചുറ്റുമുള്ള ആളുകളിൽ നിന്ന്? എങ്ങനെയാണ് അതിലെ ഏതൊക്കെ കഥകളെയാണ് ആളുകൾ കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഒബ്സർവ് ചെയ്തത്? വളരെ 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 പോസിറ്റീവായ ഫീഡ്ബാക്കാണ് എനിക്ക് ആ പുസ്തകത്തെക്കുറിച്ച് കിട്ടിയത്.
അത് എനിക്ക് ആദ്യമായിട്ട് പുസ്തക ചർച്ച നടത്തിയ പ്രവാസി ബുക്സ് ആയിരുന്നു. വെള്ളിയോടനും ദിനേശ് ഭായും പ്രവീണൊക്കെയാണ് മുൻകൈ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ അതിൽ വളരെ നല്ല ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. ഒന്ന് പെറ്റ് തന്നെയാണ് അതിൽ. പിന്നെ ഏറെ പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കഥ മംസാറിൽ 100 സൂര്യനുദിച്ച സന്ധ്യാനേരത്ത് എന്നുള്ളൊരു കഥയുണ്ട്. അത് പെറ്റിൻ്റെ നേരെ വിപരീതത്തിൽ നിൽക്കുന്ന ഒരു കഥയാണ്. മംസാറിൽ നിന്നുള്ള കഥ എൻ്റെ ഒരു സുഹൃത്ത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് ഒരു പ്രാവശ്യം എന്നോട് വന്ന് പറയണ്ടായി. അത് ആയിഷ വായിച്ചൊരു സുഹൃത്ത്. ആയിഷ ആദ്യത്തെ കഥ അത് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടുത്ത കഥ എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് എഴുതാൻ തോന്നി. കാരണം ഒരു പ്രായം ചെന്ന മനുഷ്യനെ ഒരു 4 തലമുറ ചേർത്ത് പിടിക്കുന്ന ഒരു സീൻ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. സ്നേഹിക്കപ്പെടുന്നതിൻ്റെ ഒക്കെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒക്കെ ഒരു തെളിവ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ മനുഷ്യബന്ധങ്ങളൊക്കെ വിപരീത ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഈ പെറ്റിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, വിപരീതമായ കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ മനുഷ്യബന്ധങ്ങളും അനുഭവങ്ങളും ഇരിക്കുന്നത് അല്ലേ? മനോജിൻ്റെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആധികാരികതയുള്ള ഒരു എഴുത്താണ്. വളരെ ആഴത്തിലുള്ള വായനയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോലെയുള്ള എഴുത്തായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വായന അധികം ഇല്ലാതിരുന്ന ഒരാളാണെന്ന് പറഞ്ഞു. എന്നാൽ പോലും എത്തരത്തിലുള്ള വായനകളാണ് ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലങ്ങളിൽ ഒക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് അറിയണമെന്നുണ്ട്. നാടക വായനകളെക്കുറിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനെക്കുറിച്ച് പറയും. എനിക്ക് തോന്നുന്നത് ആ വായനകളായിരിക്കണം ഒരു പക്ഷേ പിന്നീട് ഒരു ഗ്യാപ്പ് വന്നെങ്കിലും ഉള്ളിൽ ഇൻസ്റ്റിൽ ചെയ്യപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു ലൈബ്രറിയിൽ ചേർന്നത്, നമ്മുടെ ഗ്രാമത്തിലെ ഗ്രാമീണ വായനശാലയിൽ. ആ സമയത്ത് 8 മുതൽ പിന്നെ കോളേജ് തീർന്നവരെയുള്ള ആ സമയത്താണ് ഒരു വായന ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അന്ന് വായിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ, മാധവിക്കുട്ടി, കാക്കനാടൻ എന്നിവരുടെ കൃതികളായിരുന്നു അധികം വായിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് അന്ന് ഒരു വിഭിന്നമായൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നാടകങ്ങൾ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. തോപ്പിൽ ബാസിയുടെ എല്ലാ നാടകങ്ങളും ആ സമയത്ത് ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട് വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. പിന്നീട് ഒരു പ്രവാസിയായതിനു ശേഷം എങ്ങനെയോ ആണ് വായനയെ തീരെ ഉപേക്ഷിച്ചത്. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. ഈ നാടക വായന അത്ര സ്വാഭാവികമായ ഒന്നല്ല, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ നാടകങ്ങളുടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ രീതിയൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കാം ആ ഒരു കെട്ടുറപ്പുള്ള ഭാഷയ്ക്ക് വളം വെച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കാം. അതുപോലെ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കഥകൾ വായിക്കുമ്പോൾ വായനക്കാരൻ ഒരു വിഷ്വൽ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഈ ഒരു നാടക വായനയുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ കഥകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്ത്രീപക്ഷവാദിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു എഴുത്തായിട്ടാണ്. അതുപോലെ തന്നെ സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ പല കഥകളിലും വളരെ മനോഹരമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സ്ത്രീവാദിയാണോ? എനിക്ക് ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരനാണ് ഞാൻ എന്ന് എന്നോട് ആദ്യം പറയുന്നത് വെള്ളിയോടനാണ്. വെള്ളിയോടൻ എനിക്ക് തോന്നുന്നു കിമയിലുള്ള അയാൾ എന്നുള്ളൊരു കഥയാണ് അതിന് കാരണം. എന്നെ ആ പുസ്തക ചർച്ചയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലും ആ രീതിയിലാണ്. പക്ഷെ ഞാനത് ആ രീതിയിലല്ല ഞാനത് കാണുന്നത്. ഞാനൊരു ഫെമിനിസത്തെ എൻഡോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യാനോ മനഃപൂർവ്വം ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ത്രെഡ് തേടി പോകുന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു കഥയുടെ ത്രെഡ് വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ത്രീ പുരുഷ ബൈനറി അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. കാരണം മറ്റു ജെൻഡേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്, പിന്നെ സെക്ഷലി ഡിഫറെൻ്റ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. ഇവർക്കൊക്കെ മുകളിലാണ് മനുഷ്യൻ എന്നുള്ള സ്ഥാനം. നമുക്ക് അവിടെ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ത്രെഡ്, ഈ കഥ ആരാണ് ലീഡ് ചെയ്യേണ്ടത്, ആരായിരിക്കണം ഇതിലെ ലീഡ് കഥാപാത്രം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. ആ രീതിയിലാണ് ഞാൻ ഓരോ കഥയും ഓരോ ത്രെഡിനെയും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലതിലും അതിൽ സ്ത്രീകൾ മുഖ്യ കഥാപാത്രമായിട്ട് വരുന്നു എന്നല്ലാതെ ഞാൻ ആ രീതിയിലൊരു ശ്രമം ബോധപൂർവമായ ശ്രമം നടത്തുന്നില്ല എന്ന് പറഞ്ഞാലും ഉള്ളിലുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊരു നിരീക്ഷണം, ഈ രോഗങ്ങൾ അല്ലെങ്കിൽ മാനസികമായി മനുഷ്യരനുഭവിക്കുന്ന കടന്നു പോകുന്ന അവസ്ഥകളെ പല കഥകളും വളരെ ഭംഗിയായിട്ട്
വിഭാവനം ചെയ്ത് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരനുഭവിക്കുന്ന അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ അതിനെ ബ്രൗസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ മനോജിൻ്റെ പുസ്തകത്തിൽ നിന്ന് പലതരത്തിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. നമുക്ക് സ്യൂഡോസൈസിലേക്ക് വരാം. സ്യൂഡോസൈസ് അത്തരത്തിലുള്ള ഒരു കാര്യമാണല്ലോ. ഞാൻ കണ്ടിരുന്നു ആ വീഡിയോ, അതിലേക്ക് കാരണമായിട്ടുള്ള ഇൻസിഡൻറ്റ് പറയുന്നത്. പക്ഷെ പറയൂ, എങ്ങനെയാണ് സ്യൂഡോസൈസിസ് എത്തുന്നത്? സ്യൂഡോസൈസിസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കേട്ടത് എൻ്റെ സുഹൃത്ത് വിമർശിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രീ ഡിഗ്രി ഗ്രൂപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആയിഷ എഴുതിയിട്ട് അത് tazrac.com പബ്ലിഷ് ചെയ്തപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ട്, ഞാൻ തന്നെയാണോ അല്ല വേറെ സുഹൃത്താണോ ആ ഗ്രൂപ്പിൽ ഇട്ടെന്ന് അറിയില്ല, ആ ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ കുറേ പേര് അത് വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ അന്ന് വളരെ പുതിയ ഗ്രൂപ്പിലും പിന്നെ പലരുമായിട്ട് ഇൻട്രാക്ഷൻ തുടങ്ങിയിട്ടില്ല. ഐസ് ബ്രേക്കിംഗ് എപ്പോഴും എൻ്റെ ഒരു പ്രശ്നമാണ്. ഈ സുഹൃത്തായിട്ട് ഒരു സംസാരം ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊരു 5 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഓഡിയോ വരികയാണ്. ഞാൻ കേട്ട് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഞെട്ടുക മാത്രമല്ല, ഞാൻ ആ രീതിയിലാണ് അന്ന് പ്രതികരിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് സ്യൂഡോസൈസിസ് ആണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് സൈക്കോസിസ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രതികരിച്ചത്. അത് ഹേർട്ട് ചെയ്തു അല്ലേ? അന്ന് ശരിക്കും ഹേർട്ട് ചെയ്തു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ മധു എന്ന് പറഞ്ഞ സുഹൃത്ത് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സൈക്കോസിസുള്ള ഈ സുഹൃത്ത് ഇനി സ്വയം തോന്നുന്നു അയാൾ എം കൃഷ്ണൻ നായരാണ്, അയാൾ ആർക്ക് എങ്ങനെ വേണമെങ്കിലും ആരെയും വിമർശിക്കാനുള്ള ഒരു അധികാരമുള്ള പോലെയാണ് സംസാരിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പിന്നെ എനിക്കൊരു മെസ്സേജ് അയച്ചു. പുള്ളിയുടെ അലമാറയിൽ സാഹിത്യ വാരഫലത്തിൻ്റെ എല്ലാ വോളിയങ്ങൾ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, പിന്നെ ഞാൻ എം കൃഷ്ണൻ നായരെ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഏത് കഥ വായിച്ചിട്ടാണ്? ഓർമ്മക്കുറിപ്പ് വായിച്ചിട്ടാണോ? അല്ല, ആയിഷ കഥ വായിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തമ്മിലൊരു സൗഹൃദം തുടങ്ങുന്നത്. അതെ. പിന്നീട് എന്ത് സംഭവിച്ചു വെച്ചാൽ, അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു അനുഭവം അതിൽ എഴുതിയിട്ട് അതേ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അത് വളരെ എന്താ പറയുക, ഒരു ഒഴുക്കൊന്നുമില്ലാത്ത രീതിയിലൊരു എഴുത്തായിരുന്നു. സംഭവം പുള്ളിയുടെ ഒരു ചൈൽഡ്ഹുഡ് ക്രഷ് അവരെ ഒരു 25 വർഷത്തിന് ശേഷം കാണുന്ന, അത് കണ്ടതിന് ശേഷം അവർ മീറ്റ് ചെയ്തിട്ട് ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ അവർ മരിക്കുന്നൊരു സങ്കടകരമായൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് പുള്ളി എഴുതുകയാണ്. അപ്പം ഞാൻ അതേ സമയം പുള്ളിയെ വായിച്ചോടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാൻ എഴുതാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരി എഴുതുമെന്ന് പറഞ്ഞു. അത് ഞാൻ ഒരു മാസം എടുത്തിട്ടാണ് അതൊരു കഥയിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് ഒറ്റമൈന എന്ന് പറഞ്ഞ പിന്നെ കിമയിലുള്ളൊരു കഥ. അത് ഞാൻ ആദ്യം വായിക്കാൻ കൊടുക്കുന്നത് പുള്ളിക്കാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മനോജ് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ അന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചെടുക്കുന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. അപ്പോൾ അതും കിമയിൽ പലർക്കും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഒറ്റമൈന. അതെ, നല്ല കഥയായിരുന്നു അത്. സ്യൂഡോസൈസിനെ കുറിച്ച്, ആ കഥയെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം. സ്യൂഡോസൈസിസ് പിന്നെ അത് വേറെ ആരുടെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്ക് എൻ്റെ അറിവിൽ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നാലും ഇത് പറഞ്ഞപ്പോഴേ മനോജിന് സ്യൂഡോസൈസിസ് ആണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമല്ലോ എന്നല്ലേ. അതെ, അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആ വാക്ക് തന്നെ ഒരു കഥയുണ്ട്, അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എഴുതണം. കഥ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് മറ്റൊന്നാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു എലമെന്റ് കൂടി അതിനകത്തുണ്ട്. അതായത് ഭാര്യ ഗർഭിണിയാണ് എന്ന് അറിയാൻ പോകുന്ന ഒരു ഭർത്താവ്, എന്നാൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഫാക്റ്റും കൂടി ഉണ്ടല്ലോ, ഒരു കുഞ്ഞാൾക്കുണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ കഥ, പക്ഷെ അത് സ്യൂഡോസൈസിസ് എന്ന പദം അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ആ കഥ അങ്ങനെ ഒരു ട്രീറ്റ് ആണ്. അത് വായിച്ചു വരുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവുന്നത്. ഞാനത് മനഃപൂർവ്വമാണ് ആ കഥയ്ക്ക് സ്യൂഡോസൈസിന്റെ പേരിടാഞ്ഞ്. ആ ടേം വരുന്നത് അതിന്റെ ഏകദേശം അതിന്റെ ക്ലൈമാക്സിലാണ് ആ ടേം വരുന്നത്. പിന്നെ മീനൽ F32 ആണ് അതിന്റെ പേര്. അതിൽ ഞാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ, അത് ഒരു സ്ത്രീക്ക് അങ്ങനെ തോന്നാൻ, ആ ഒരു രോഗം വരാനുള്ള സാധാരണമായിട്ട് പറയപ്പെടുന്ന കാരണങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് വളരെ ഒരു കുഞ്ഞു വേണമെന്നുള്ള അതിയായ ആഗ്രഹം അതിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ മറ്റ് പ്രഷർ, ഫാമിലി ആൻഡ് പിയേഴ്സ് എന്നുള്ള പ്രഷർ അതിലേക്ക് വരാം.
പിന്നെ മറ്റ് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അതിലുണ്ടായിട്ടുണ്ടായിരുന്നു. റൂബി എന്ന് പറഞ്ഞ മറ്റൊരു കഥയുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് റൂബിയാണ്. പക്ഷെ മനോജ് പറഞ്ഞു സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ആ കഥയ്ക്ക് വന്നിട്ടുള്ളത്. എത്ര നിരീക്ഷണങ്ങളാണ് ഇത്തരം കഥകളിലേക്ക് എത്തിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പ്രവാസ ലോകത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളെ കഥകളിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്. റൂബി എഴുതാനുണ്ടായ പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥയെക്കുറിച്ച് പറയും. ഞാൻ കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതും ഈവൻ ഒരു വാർത്തയായാലും പോലും അതിലൊരു കഥ കണ്ടെത്താനുള്ള ശ്രമം ബോധപൂർവം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴോ വായിച്ചൊരു വാർത്തയാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് വളരെ മുമ്പ് വായിച്ചതാണ്. അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ വ്യത്യസ്തമായൊരു പ്രതികാരമാണ് അതിൽ ചെയ്തത്. അത് അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത വായിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ എഴുതാൻ തോന്നിയപ്പോൾ അതിന് നമ്മുടെ ഒരു ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട്, ഒരു മലയാളി ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അത് വായിച്ചവർക്ക് ചലഞ്ചാണ് ശരിക്കും. അതെ, അത് വായിച്ചവർക്ക് അവരുടെ മെയിൻ കൺസേൺ, അവരുടെ മെയിൻ പ്രൊട്ടസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ക്ലൈമാക്സ് കൊണ്ടുവന്നതിലാണ് ഒരു പ്രശ്നം തോന്നുന്നത്. പക്ഷേ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്, അങ്ങനെയും മനുഷ്യരുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. എഴുതിയ കഥകളിലൊക്കെ എത്രമാത്രം മനോജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ കഥകളിൽ ഏതൊക്കെയോ അനുഭവങ്ങൾ ഉണ്ടെന്ന്? ഇല്ല, എല്ലാ കഥകളിലും അങ്ങനെ എൻ്റെ പേഴ്സണൽ അനുഭവം ഇല്ല എന്ന് തന്നെ പറയാം. കിമയിലെ ഒരു കഥയിലും അങ്ങനെ ഇല്ല. പക്ഷേ സ്യൂഡോസൈസിലെ 2 കഥകളിൽ ഉണ്ട് അങ്ങനെ ഒന്ന് ആവാസ വ്യവസ്ഥയാണ്. ഞങ്ങൾ ഒരു 10 വർഷത്തോളം താമസിച്ചൊരു ഫ്ലാറ്റിൽ പിന്നീട് എൻ്റെ വൈഫ് പോവുകയുണ്ടായി. അവർ ആക്ച്വലി പിന്നെ ഞങ്ങളുടെ നെയ്ബറിനെ മീറ്റ് ചെയ്യാൻ പോയതാണ്. ഒരു 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അവർ പോകുന്നത്. അപ്പോൾ പോയപ്പോൾ ഈ ഫ്ലാറ്റിൽ ആരാണ് പുതിയെന്ന് ചോദിച്ചപ്പോൾ ആരും വന്നിട്ടില്ല. ആ ഫ്ലാറ്റ് എന്തോ കാരണത്താൽ അത് ലീസ് ചെയ്തിട്ടില്ല വേറെ. അപ്പോൾ പുള്ളിക്കാരി പിന്നെ താഴെ സെക്യൂരിറ്റി പോയിട്ട് ചാവി വാങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിലൊരു വ്യത്യസ്തമായൊരു സംഭവമാണത്. അതങ്ങനെ നമ്മൾ ജീവിച്ച ഇടത്തോടുള്ള മനുഷ്യരുടെ വേർപെടുത്താൻ പറ്റാത്ത ഒരു ബന്ധമാണ്. അപ്പോൾ അതാണ് ആവാസ വ്യവസ്ഥ എന്നുള്ളൊരു കഥയുടെ ത്രെഡ്. അതും ഇപ്പോൾ നല്ലൊരു ഫീഡ്ബാക്ക് വരുന്ന ഒരു കഥയാണ്. പിന്നെയുള്ളത് ക്ഷണികം എന്നുള്ളൊരു കഥയിലാണ്. ക്ഷണികം എന്നോട് പലരും ചോദിച്ചത് ഒരു മനുഷ്യനെ കുറേ നേരത്തേക്കുള്ള, കുറേ മണിക്കൂറിലേക്കുള്ള ഓർമ്മ നശിച്ചു പോകുക എന്നുള്ള ഒരു സംഭവമാണ്. അങ്ങനെയാണ് കഥയുടെ ക്ലൈമാക്സ്. ഒരാളുടെ 12 മണിക്കൂർ ഇല്ലാതായി പോകുന്ന ഒരു സംഭവമാണ്. അതിനും ഒരു ന്യൂറോളജിക്കൽ, സൈക്കോളജിക്കൽ ഡിസോർഡർ ഒരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ആണത്. ട്രാൻഷൻ ഗ്ലോബൽ അംനീഷ്യ എന്ന് പറഞ്ഞൊരു ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിലെന്താ സംഭവിക്കുക വെച്ചാൽ ഒരു 50-നും 70-നും ഇടയിലുള്ള ആർക്കും എപ്പോഴും വേണമെങ്കിലും വരാൻ സാധ്യതയുള്ളൊരു ഡിസോർഡർ. നമുക്ക് സംഭവിക്കുന്ന നമ്മുടെ കാഴ്ചകളും കേൾവികളും ശബ്ദങ്ങളും ഒന്നും തന്നെ നമ്മുടെ ഓർമ്മയിൽ രജിസ്റ്റർ ആവാതിരിക്കുന്ന ഒരു സംഭവം. ഒരു ചെറിയ പീരീഡ്. അതെ, ഞാൻ മനസ്സിലാക്കുന്ന 2 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെ അങ്ങനെ നമുക്ക് നഷ്ടപ്പെടാം, ഓർമ്മയില്ലാതെ നഷ്ടപ്പെടാമെന്നാണ്. പിന്നീട് നമ്മൾ നോർമലായിട്ട് മാറും. അതുമല്ല ഈ ഡ്യൂറിങ് ദിസ് ഈ ഒരു സമയം, ഈ നഷ്ടപ്പെടുന്ന ഈ ഒരു സമയത്ത് നമ്മൾ വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമെങ്കിലും പോലും നമ്മൾ ചെയ്യുന്നതോ സംസാരിക്കുന്നതോ ആയ കാര്യങ്ങൾ മറ്റ് നമുക്കറിയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയോ നമ്മുടെ മുന്നത്തെ ഓർമ്മകളോ നമ്മുടെ ആൾക്കാരുടെ പേരുകളോ ഇതൊന്നും നമ്മൾ മറന്നു പോകുന്നില്ല. പക്ഷേ ആ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സംഭവമാണ്. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിലെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമയത്ത് സംഭവിച്ചാൽ എന്താണ് എന്നുള്ളതാണ് ആ ചിന്തയാണ് കഥ പറയുന്നത്. അതെ, ശരിയാണ്, മനോഹരമായിരുന്നു. അതെ, അത് ഏറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, എനിക്ക് യു എയിലും പിന്നെ കുവൈറ്റിലും നടന്ന ഒരു മത്സരങ്ങളിൽ 3 സ്ഥലത്ത് 1-ാം സ്ഥാനം ആ കഥയ്ക്ക് കിട്ടിയിട്ടുണ്ട്.
അതുപോലെ ഡിമെൻഷ്യ എന്ന് പറയുന്ന കഥയുണ്ട്. ഏറെ വായനക്കാരെ കുറേയധികം അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഡിമെൻഷ്യ എന്നുള്ള കഥയിൽ ഞാൻ നേരത്തെ പെറ്റിൽ കെമിയയിലെ പെറ്റിലാണെങ്കിൽ സ്യൂഡോസൈസിസിലെ ഡിമെൻഷ്യയിലാണ് ഞാനൊരു ഇപ്പോഴും ഇമോഷണലി സ്റ്റക്കായിരിക്കുന്ന ഒരു കഥയാണത്. അതും ഓർമ്മയായിട്ട് ബന്ധപ്പെട്ട് അത് പറയുമ്പോൾ ഈ എഴുതി കഴിഞ്ഞ ഒരു കഥയിൽ സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലേ? അങ്ങനെ അങ്ങനെ അത് സംഭവിക്കുന്നത് ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് സംഭവിക്കുന്നുണ്ട്. ഡിമെൻഷ്യയിലാണ് ഇപ്പോൾ. അതെ അതെ. അപ്പോൾ ഡിമെൻഷ്യ ഞാനത് അത് യൂറോപ്പിൽ അല്ല UK-യിലാണ് അത് സംഭവിക്കുന്നതായിട്ട് കഥയിൽ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വൃദ്ധസദനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ കാഴ്ച വളരെ വ്യത്യസ്തമാണ്. അവിടെ സങ്കടങ്ങളാണ്. അവിടെ ഒന്നിക്കൽ അമ്മമാരെയോ അച്ഛന്മാരെയോ എല്ലാവരും അവിടെ ഉപേക്ഷിച്ച് പോയ ഒരു കാഴ്ച, അല്ലെങ്കിൽ നേരെ മറിച്ച് വിദേശത്താണെങ്കിൽ അങ്ങനെയല്ല, അവിടെ സ്വാശ്രയരായ മനുഷ്യർ സ്വയം തിരഞ്ഞെടുക്കുന്ന അവസ്ഥയായിട്ട് ആ ഒരു വ്യത്യാസം. അല്ലെങ്കിൽ പോലും അവരുടെ ബന്ധുക്കൾ അവരെ ചേർക്കുകയാണ്. അവരെന്തിനു ചേർക്കുന്ന വെച്ചാൽ അവർക്കൊരു നല്ല ജീവിതം, അവരുടെ ഡെയിലി റുട്ടീൻ ബാധിക്കാതെ ഒരു നല്ലൊരു ജീവിതം തന്നെ നയിക്കണം എന്നുള്ള രീതിയിൽ അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അവരെ വന്ന് ആഴ്ചയിലോ മാസങ്ങളിലോ അവിടെ വന്ന് അവരുടെ കൂടെ താമസിക്കുകയോ സമയം സ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ വളരെ ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വീണ്ടും അതിൻ്റെ ഒരു വലിപ്പം വീണ്ടും കുറയുന്ന ഒരു സമൂഹമായിട്ട് മാറുകയാണ് നമ്മൾ. അപ്പോൾ അത് കാരണമാണ് ഞാനത് ഒരു കൾച്ചറൽ ഡിഫറൻസും കൂടെ കാണിക്കാന്നുള്ള രീതിയിലാണ് അത് ആ കഥ വിദേശത്ത് സെറ്റ് ചെയ്തിട്ട് പറയാൻ കാരണം. ഈ കഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഒരു വ്യക്തി എന്ന നിലയിൽ സംഭവിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ എഴുതുന്ന കഥാപാത്രങ്ങൾ നമ്മൾ മെനഞ്ഞെടുക്കുന്നതാണ് നമ്മൾ എഴുതുന്നത് എങ്കിൽ പോലും എഴുതി കഴിയുമ്പോൾ നമ്മളിലേക്ക് എന്തെങ്കിലും രാസപരിണാമങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ കഥകളൊക്കെ നമ്മൾ തന്നെ പെർസീവ് ചെയ്യാണ്, ഡയലോഗ് നമ്മൾ തന്നെ ഇതാണ് എങ്കിൽ പോലും പിന്നീടുള്ള വായനയിൽ ഒരു വായനക്കാരനെ പോലെ അത് എന്നെ സ്വാധീനിക്കാറുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഡിമെൻഷ്യയിൽ ഇപ്പോഴും സ്റ്റക്കാണെന്ന് പറയുമ്പോൾ അതുപോലെ എന്താ പറയുക, ഓരോ കഥാപാത്രങ്ങളുടെ ജീവിതം ചുറ്റും തന്നെയുണ്ട്. ഞാൻ അവരുടെ എനിക്ക് അതിൽ അഭിരമിക്കുന്ന ഒരു സ്വഭാവമുണ്ടോ? അതായത് ഈ കഥാപാത്രങ്ങൾ, എഴുതിയ കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റിലും, പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ, കഥാപരിസരങ്ങൾ നമ്മുടെ ചുറ്റിലും വന്നു പറയുമ്പോൾ സത്യത്തിൽ അതൊരു സമയം കൊല്ലലാണ്, അല്ലെങ്കിൽ ഒരു അടുത്ത കഥയിലേക്ക്, അടുത്ത പ്രവൃത്തിയിലേക്ക് നീങ്ങാവുന്നതിന് പകരം എഴുതിയ ഈ അവസ്ഥാവിശേഷങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ അതിലൊരു രസം കണ്ടെത്തുന്നത് അല്ല, രസം കണ്ടെത്തുന്നതല്ല. എനിക്ക് തോന്നുന്നു അത് ഐ തിങ്ക് ഇറ്റ് മേക്സ് മീ എ ബെറ്റർ പേഴ്സൺ എന്നുള്ളതാണ്. കാരണം അവരെ പോലെ അവരുടെ കഷ്ടതകൾ എൻ്റെതും കൂടെ ആണെന്നുള്ളൊരു രീതിയിലാണ് പിന്നീട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരു കഥയിൽ വളരെ എന്താ പറയുക, അതിൻ്റെ ക്ലൈമാക്സിൽ ഒരു മർഡർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന നീ എങ്ങനെയാണ് ഇത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ആ വിക്ടിമിൻ്റെ റോളാണ് എടുക്കുക. ഐ പ്ലേ ദ വിക്ടിം. അപ്പോൾ ടോർച്ചർ ആണെങ്കിൽ എന്നെ കുറച്ചുകൂടെ ടോർച്ചർ ചെയ്യുന്നത് മറ്റേ ആളോട് പറയുമ്പോഴാണ് എനിക്കത് എഴുതാൻ പറ്റുന്നത്. അല്ലാതെ ഞാൻ ഒരു വില്ലനെ പോലെ ചിന്തിച്ചിട്ട് എഴുതാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ എനിക്ക് പറ്റില്ല. അത് ആ കഥയിൽ പലരെയും പറയുന്നു, ഞാൻ വായിച്ചിട്ട് ഞെട്ടിപ്പോയി എന്ന് പറയുന്ന ഒരു കഥയാണത്. ക്രമം തെറ്റിയെത്തുന്ന മനുഷ്യർ എന്നുള്ളൊരു കഥ. സമകാലികരായ ഏത് എഴുത്തുകാരെയാണ് മനോജ് വായിക്കാറ്? ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് അറിയണമെന്നുണ്ട്. ഈ അടുത്ത് വായിച്ചത് പൊനം, KN പ്രശാന്തിൻ്റെ പൊനമാണ് വായിച്ചത്. ഒരു 1.5 മാസം മുമ്പ് വായിച്ചാണ്. ഇപ്പോൾ ഹരിത സാവിത്രിയുടെ സിൻ എന്ന് പറഞ്ഞ നോവൽ വായിക്കുന്നു. അതിനിടയിൽ വായിച്ചത് ജിൻഷയുടെ ഓട എന്ന് പറഞ്ഞൊരു കഥാസമാഹാരം. ഇതൊക്കെയാണ് ഇപ്പോൾ വായനയിലുള്ളത്. പിന്നെ പീരിയോഡിക്കൽസിൽ വരുന്ന കഥകൾ വായിക്കുക, ചെറുകഥകളാണ് അധികം വായിക്കുന്നത്. ചില കഥകൾ വായിച്ചാൽ ഇപ്പോഴത്തെ എൻ്റെ വായന എന്ന് പറഞ്ഞാൽ ഒരു തരം ഡബിൾ എഡ്ജ് സോഡാണ്. കാരണം ഞാൻ വിചാരിക്കും, ഇത് വായിച്ചു കഴിയുമ്പോൾ ഞാൻ പാരലലി എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ഞാൻ എന്ത് കോപ്പാണ് എഴുതുന്നത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ 1-2 കഥകൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു
അനീഷ് ബർസോമിൻ്റെ ഒരു ആമയുടെ ഗർഭഭാരം അങ്ങനെ എന്തോ ഒരു കഥയുണ്ട്. അത് വായിച്ചപ്പോൾ ആണ് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു കഥയാണ്. എനിക്കൊന്ന് മലയാളം വാരിയിൽ വന്ന കഥയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള വായനയാണ് ഇപ്പോൾ കൂടുതൽ. പക്ഷേ അതിൻ്റെ പാരലലി പഴയ പുസ്തകങ്ങൾ തേടി വായിക്കുന്നുണ്ട്. പത്മരാജനെ വായിക്കുന്നുണ്ട്. പത്മരാജൻ ഇപ്പം ഞാൻ അടുത്താണ് വായിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷമാണ് ലോല എന്നുള്ള കഥ സമാഹാരം ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നത്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പിന്നെ ഗസൽ പോലെ എന്നുള്ളൊരു കഥ സ്റ്റുഡിയോ സൈസിൽ അവസാനത്തെ കഥ എഴുതാൻ ആ ഒരു ഇൻസ്പിറേഷനാണ് കാരണമായിട്ടുള്ളത്. ഈ എഴുത്തിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, ആളുകൾ എഴുത്തുകാർ കഥാസങ്കേതങ്ങളിലൊക്കെ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ട്. അത് മനോജല്ലാത്ത മറ്റൊരുപാട് എഴുത്തുകാരെ വായിക്കുമ്പോൾ പലർക്കും പല ക്രാഫ്റ്റ് ആണല്ലോ ഉള്ളത്. അത് ഒബ്സർവ് ചെയ്യാറുണ്ടോ? എങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഞാനത് മിസ്സായിട്ടുണ്ട്. ഈ ഒരു ഗ്രാജുവലി വന്നിട്ടുള്ള മാറ്റം ഞാൻ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിലൊരു ഒരു കടൽ പോലെ സാധനം തന്നെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സുഹൃത്തുക്കളോട് ചോദിക്കും ഏതൊക്കെയാണെന്ന് വായിക്കുക. അപ്പോൾ അവരൊക്കെ പറയുന്ന കഥകൾ എഴുത്തുകാരെ വായിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനി അടുത്തത് എന്താണ്? ഇപ്പം കഥ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. അടുത്ത കഥാസമാഹാരം തന്നെയാണോ പദ്ധതിയുള്ളത്? അത് വളരെ നാച്ചുറലായിട്ട് എഴുതാൻ തോന്നുന്ന കാര്യങ്ങൾ എഴുതുന്നു, അത് സമാഹരിക്കപ്പെടുന്ന സമയമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കട്ടെ എന്ന രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ഞാൻ ഇതുവരെ അതിനൊരു ഡെഡ് ലൈൻ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അടുത്ത എന്താണെന്നുള്ള ഒരു പ്ലാൻ പോലും ഇതുവരെ ഇല്ല. പക്ഷേ എനിക്ക് കിമ എഴുതിയപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്യൂഡോ സൈസിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആ പുസ്തകം റിലീസായ പിന്നീട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇതാണ് എൻ്റെ അവസാനത്തെ പുസ്തകം, എനിക്കിനി ഒന്നും എഴുതാനില്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുകഥയാണ്. അതും ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു ഹൗസ് മെയ്ഡിൻ്റെ കഥയാണ്. മഹാരാഷ്ട്രയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബോംബെയിൽ നടക്കുന്ന രത്നഗിരിയിൽ നിന്ന് ഒരു ഗ്രാമത്തിൽ നിന്ന് ബോംബെയിൽ വരുന്നൊരു പെൺകുട്ടിയുടെ ഒരു കഥയാണത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ബോംബെയുടെ ലാൻഡ്സ്കേപ്പ്, പിന്നെ രത്നഗിരിയുടെ സംസ്കാരം, ഭാഷ, അവരുടെ ഫുഡ്, ഇതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഥ ഏകദേശം ഒരു പകുതിയായി. ഒരു 10 ദിവസം കൂടി ഉണ്ടായാൽ തീരുമായിരിക്കും. എഴുത്തുകാർ വൈകാരികമായ ഒരു ഇൻസ്റ്റബിലിറ്റി അനുഭവിക്കുന്നവരാണ് എന്ന് പറയുന്നതിൽ എത്രമാത്രം തോന്നിയിട്ടുണ്ട് സ്വയം? എഴുത്ത് കഥകൾ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഒക്കെ എത്രത്തോളം കൺസിസ്റ്റൻസി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മറ്റ് ഏരിയകളിൽ കൊടുക്കാൻ പറ്റാറുണ്ട്? എത്രത്തോളം അത് ബാധിക്കാറുണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തെ? ഞാനിപ്പോൾ എഴുതാൻ തുടങ്ങിയാൽ അതും എൻ്റെ വ്യക്തി ജീവിതവും രണ്ടിനിടയിൽ ഒരു ലൈൻ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് മറ്റേതുമായിട്ട് ഒരിക്കലും കണക്റ്റഡ് ആവാറില്ല. ഞാൻ എഴുതുന്ന സമയത്ത് 3 മണിക്കൂർ, ഒരാഴ്ചയിൽ 2 ദിവസം 3 മണിക്കൂർ വെച്ചിട്ടാണ് എഴുതുന്നത്. അത് ശനിയും ഞായറും രാവിലെ ഒരു 8 to 11 ആണ് എൻ്റെ എഴുത്ത് കണക്കുകൾ. അപ്പോൾ ആ സമയത്ത് ഞാൻ റീച്ചബിളേ ആയിരിക്കില്ല. ആ സമയത്ത് വീട്ടിലായിരിക്കില്ല, ഞാൻ പുറത്ത് പോയിട്ടാണ് എഴുതുന്നത്. കാരണം വീട്ടിലാകുമ്പോൾ അതിൻ്റേതായ ഇഷ്യൂസ്, ഡിസ്റ്റർബൻസസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് തീർച്ചയായിട്ടും ആ സമയത്ത് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. ബാക്കിയുള്ള സമയത്ത് ഒന്നിക്കൽ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ ഓഫീസിൽ. പിന്നെ ഐ ഡോണ്ട് ക്യാരി ഇത് രണ്ടും, ഓഫീസ് വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട് ഓഫീസിലേക്കോ അല്ലെങ്കിൽ എഴുത്ത് ഓഫീസിലേക്കോ ക്യാരി ചെയ്യുന്ന ആ ഒരു സ്വഭാവമില്ല. മൂന്ന് തലത്തിൽ വെച്ചിട്ട് തന്നെയാണ് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലേ. മറ്റൊന്ന് തോന്നിയിട്ടുള്ളത്, ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ കലയിലും എഴുത്തിലും എല്ലാ കാര്യങ്ങളിലും ഒക്കെ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലുള്ളൊരു ടേം തന്നെയാണ്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കിയാണോ ഓരോന്നിലും ഇടപെടുന്നത്, ഓരോ കഥകളും അതിനെ പരുവപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് പറയുന്നവരുണ്ട്? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഞാൻ എഴുതുമ്പോൾ എൻ്റെ കഥയിൽ ഒരുപക്ഷെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണും, ഒരുപക്ഷെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കാണും. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ക്രക്സ് ഓഫ് ദ സ്റ്റോറി നോക്കിയാൽ അത് ഒരിക്കലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിക്കൂടാന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്.
എങ്കിൽ പോലും നമ്മൾ പറയുന്ന ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വളരെ റിലേറ്റീവായിട്ടുള്ളൊരു ടേമാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ഇന്നത്തെ നിലപാടിനനുസരിച്ചാണ് നമ്മളത് ഫ്രെയിം ചെയ്യുന്നത്. ആ നിലപാട് 5 വർഷം കഴിഞ്ഞ് മാറുമ്പോൾ നമ്മളുടെ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അങ്ങോട്ട് മാറും. അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഇപ്പോൾ പൊളിറ്റിക്കലി കറക്റ്റായ ഒരു കാര്യം എഴുതിയാൽ അതവിടെ ഉണ്ടാവും, പക്ഷേ അത് 5 വർഷം കഴിഞ്ഞിട്ട് പക്ഷേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും. അപ്പോൾ ഞാനത് അധികം ബോധേഡല്ല അതിനെ പറ്റിയിട്ട്. പക്ഷേ എങ്കിൽ പോലും മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഒരു സബ്ജക്റ്റിനെ നോക്കുമ്പോൾ അതൊരിക്കലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു എഴുതിയൊരു കഥയിൽ ഒരു സെൻറ്റൻസ് തുടങ്ങുന്നത് സ്ത്രീക്കും പുരുഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പക്ഷേ ഞാൻ എല്ലാ ജെൻഡറിനെ പറ്റിയും അവെയർ ആണെങ്കിൽ പോലും ഞാൻ എഴുതുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാനൊരു സുഹൃത്തിനെ വായിപ്പിച്ചപ്പോൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം അതായിരുന്നു. പിന്നെ ഞാൻ അത് സ്ത്രീക്കും പുരുഷൻ എന്നുള്ളത് അത് മനുഷ്യർക്കൊന്നും ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലാതെ മറ്റ് എന്താ പറയുക വേറെ രീതിയിൽ ഞാൻ അങ്ങനെ അത് പൊളിറ്റിക്കലി കറക്റ്റ് ആവോ ഇൻകറക്റ്റ് ആവോ എന്നുള്ളൊരു ചിന്ത എനിക്ക് അങ്ങനെ വരാറില്ല. ഒരു പക്ഷേ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഈവൻ ആ തരത്തിലുള്ള ഒരു ജാഗ്രത പോലും വലിയ തോതിൽ വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പ്രത്യേകമായ ചില കാര്യങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മളെന്ന് പറയുന്നത്, മനോജ് എന്ന് പറയുന്ന വ്യക്തി, മനോജിൻ്റെ കടന്നു വന്ന സാഹചര്യങ്ങളും അറിവും അവബോധവും എല്ലാം ചേർന്നതാണ്. അപ്പോൾ മറ്റൊരാളുടേത് പൊളിറ്റിക്കലി കംപ്ലീറ്റ്ലി കറക്റ്റ് ആവുന്നത് എല്ലാം തന്നെ ആവണമെന്നില്ല നമ്മുടെ ശരികൾ, അല്ലെ? അപ്പം നമുക്ക് നമ്മുടെ ശരികൾ പ്രസ്താവിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല കഥ എങ്കിൽ കൂടിയും നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എലമെന്റ്സ് വരും. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഈ കലകളുടെയും ഇതിൻ്റെയൊക്കെ നേർക്ക് വരുന്നത് അതൊരു അത്രത്തോളം അഭികാമ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ? അത് അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി വേണമെന്ന് തോന്നുന്നു, എഴുത്തുകാർക്കും കലാകാർക്കും വേണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ കുറച്ച് റിലേറ്റീവായ ഒരു ടേമാണ് മിസോജിനി. കാരണം എവിടെയാണ് അതിൽ ഈ മിസോജിനി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഒരു എഴുത്തിൻ്റെ കാര്യമാണ് പറയണത്. ഒരു കൺഫ്യൂഷൻ എനിക്ക് വരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. ക്രമം തെറ്റിയെത്തുന്ന മനുഷ്യർ എന്നുള്ളൊരു കഥയിൽ അതിൻ്റെ അവസാനം അതൊരു സൈക്കോപാത്തിൻ്റെ കഥയാണ്, ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ഫീമെയിലിൻ്റെ കഥയാണ്. അപ്പോൾ അതിൻ്റെ അവസാനം നടക്കുന്ന ഒരു മേർഡറാണ്. ആ മേർഡറിൽ ശേഷം ക്ലൈമാക്സിന് ശേഷം അതിലൊരു പാരഗ്രാഫ് ഒരു ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് വായിച്ചിട്ട് കഥ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ എന്നോട് പറഞ്ഞത്, ആ കഥ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീ വിരുദ്ധമായനെന്ന് പറയുന്നുണ്ട്. ഈ ബാക്ക് സ്റ്റോറി പറഞ്ഞുകൊണ്ട് അത് അപ്പോൾ എനിക്ക് തോന്നി ഈ സ്ത്രീ വിരുദ്ധതയെ എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. കാരണം നമുക്കൊരു ഒരു സൈക്കോപാത്തായ സ്ത്രീയുടെ കഥ പറയുമ്പോൾ അതെങ്ങനെ ഒരു മിസോജിനി ആവും എന്ന് എനിക്ക് ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഞാൻ അവർക്കത് ആ രീതിയിൽ മറുപടി പറയാനൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു ഏരിയ ആണ് തോന്നുന്നു മിസോജിനി എന്നുള്ളത്. അത് തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഓരോ പ്രയോഗങ്ങളും ഓരോ രാഷ്ട്രീയപരമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഓരോ ടെർമിനോളജിയിലും ഇത്തരത്തിലുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുടെയും എലമെന്റ്സും കൂടി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളാവാം മനോജിന്റെ കഥകളിൽ അന്യഭാഷക്കാരായിട്ടുള്ള കഥാപാത്രങ്ങളും അത്തരം ഭാഷകളും ഒക്കെ കടന്നു വരുന്നത്, അല്ലേ? അതെ. വേറൊരു കാര്യം കൂടി ഉണ്ട് അതിൽ. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞൊരു കഥയിൽ നേരത്തെ പറഞ്ഞ രത്നഗിരി എന്നുള്ളൊരു ഹൗസ് മെയ്ഡിൻ്റെ കഥയാണെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ട് അത് മലയാളത്തിൽ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ മാതൃഭാഷയെ മറാഠിയെ എവിടെയെങ്കിലും എനിക്ക് അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വരിയെങ്കിലും ഞാൻ മറാഠിയിൽ ഉൾക്കൊള്ളിച്ചേ പറ്റൂ. കാരണം ബോംബെയിലുള്ള ഒരു സ്ത്രീ, ഒരു ഹൗസ് മെയ്ഡ് എപ്പോഴെങ്കിലും ആയിട്ട് മറാഠി പറയാതിരിക്കില്ല. അത് തീർച്ചയായിട്ടും ഞാനത് പൂർണ്ണമായും മലയാളത്തിൽ എഴുതുന്നത് ശരിയില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു 70% കംപ്ലീറ്റ് ആയ സ്റ്റോറിയിൽ 3 ഇടങ്ങളിൽ ഞാൻ മനഃപൂർവ്വം അത് മറാഠിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ആ ഭാഷയോട് നമ്മൾ കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റും കൂടിയാണ്. അപ്പോൾ പക്ഷെ അത് മലയാളി വായനക്കാരന് അതിൻ്റെ അർത്ഥം പോലും അന്വേഷിക്കേണ്ടി വരില്ല. കാരണം ആ രീതിയിലാണ്
ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടില്ല. അതെന്തായാലും ആ വായനയിൽ അതെന്താണ് ഉദ്ദേശിച്ചത് എന്നാൽ മനസ്സിലാവും. പോലും എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ഹോംവർക്ക് ആവശ്യമാണ് അല്ലേ? ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അത് ഞാൻ ഒരു 6 വർഷം ബോംബെയിലുള്ളതുകൊണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള മറാഠി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ എങ്കിൽ പോലും അത് രത്നഗിരിയുടെ സ്ലാങ്ങിലേക്ക് കൊണ്ടുവരാൻ ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചിട്ടാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. അത്ര പോലും എനിക്ക് ഒരു പെർഫെക്ഷൻ വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി എൻ്റെ പേരിൽ. അതുപോലെ കഥാപാത്രങ്ങളുടെ പേരുകളും ആകർഷണീയങ്ങളാണ്. നല്ല മനോഹരമായിട്ടുള്ള പേരുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പേരുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്? വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി? അല്ല, അത് കിമയ എന്നുള്ള പേര് തന്നെ ഞാൻ കണ്ടെത്തുന്നത് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മോള് ജനിച്ചപ്പോൾ ഞാൻ അവൾക്കിടാൻ വേണ്ടി കണ്ടെത്തിയ പേരുകളിൽ ഒന്നാണ് കിമയ. അവളുടെ പേര് സമീക്ഷ എന്നാണ്. അപ്പോൾ കിമയ എൻ്റെ മനസ്സിൽ അന്ന് മുതലേ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയുടെ കഥ എഴുതുമ്പോൾ ആ പേര് തീർച്ചയായിട്ടും മലയാളത്തിൽ അധികം ആർക്കും ഉണ്ടാവില്ല. ആ പുസ്തകത്തിനെ ആകുമ്പോൾ അത് ഏറെ എന്തായാലും ഒരു ക്യൂരിയോസിറ്റി, ഇത് എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് ഈ പേരുകളിലേക്ക് വരുന്നത്. പിന്നെ ചില പേരുകൾ എനിക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയ ആളുടെ, ഇപ്പോൾ നിഹാരിക എന്നുള്ളൊരു പേര് കഥയിലുണ്ട്. ഞാനൊരു നിഹാരിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ആ പേര് വളരെ ഇഷ്ടപ്പെടുന്നൊരു പേരായി തോന്നി. അങ്ങനെ ചില പേരുകൾ വരുന്നുണ്ട് മനസ്സിൽ. എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ കുടുംബം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എത്രത്തോളം ഇടപെടുന്നുണ്ട് എഴുത്തുകളിൽ? ഇല്ല, അവർ ഇടപെടുന്ന വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഡിമെൻഷ്യ എഴുതുമ്പോൾ ഫാമിലി നാട്ടിലായിരുന്നു, വൈഫ് നാട്ടിലായിരുന്നു. അപ്പോൾ ഞാനിത് എഴുതിയിട്ട് അവൾക്ക് വാട്സപ്പ് ചെയ്തു. അവളത് തുറന്നു നോക്കുന്നത് ഈ പുസ്തകം റിലീസ് ചെയ്തതിന് ശേഷമാണ്. പക്ഷെ എന്നാലും എനിക്ക് ആ സമയം അങ്ങോട്ട് അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ശനിയാഴ്ചയും ഞായറാഴ്ചയും ശരിക്കും അവരോടൊപ്പം ചിലവഴിക്കേണ്ട ആ ഒരു 6 മണിക്കൂറുകൾ അത് ഒരു എന്താ പറയുക, പരാതിയില്ലാതെ തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. പിന്നീട് പക്ഷെ അവർക്ക് വളരെ അഭിമാനമുണ്ട്. ഇങ്ങനെ എൻ്റെ അച്ഛൻ ഒരു മോള് പറയാറുണ്ട്, അതെ, ഞാൻ എൻ്റെ ഈ എഴുത്തിനെ കുറിച്ചുള്ള ഇതൊക്കെ അവർ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. മറ്റ് അല്ലാതെ ക്രിയേറ്റീവ്ലി വലിയ ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷേ ചില കഥകളൊക്കെ സമ്മാനിക്കുന്നുണ്ട്. അതെ, ആ രീതിയിൽ അനുഭവമായിട്ടൊക്കെ സമ്മാനിക്കുന്നു. തീർച്ചയായിട്ടും. അതെ. മനോജിന്റെ കഥകൾ കാമ്പുള്ള, കഥയ്ക്ക് ആവശ്യമുള്ള ദൈർഘ്യവും ഫിലോസഫിയും ഒക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന തരത്തിലുള്ളവയാണ്. കഥകളിലൂടെ ഇനിയും ഒരുപാട് പേരെ സ്പർശിക്കാൻ കഴിയട്ടെ, സ്വയം കണ്ടെത്താൻ കൂടുതൽ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ. താങ്ക് യു.